എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ചേച്ചി. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. മാമാ, റീത്തമ്മാവി ബാത്റൂമില്ല. ചായ വേറെ വേണമായിരിക്കും. ആ അത് തന്നെ. ഇതാ കൊണ്ടുവരാം. മൊരട്ട മണ്ണായി നാട്ടിലേത്. ഭയങ്കര റഫാ. എന്നാൽ അതിനെ എന്റെ പാട്ടിലങ്ങ് വിട്ടേച്ച് ചുമ്മാ ഇരുന്നാ പോരായോ? അങ്ങനെയല്ലടി. ഓ ആന്റണി, ഇരിക്കടാ. മതിയടാ ഉറങ്ങിയത്? ഏതാടാ രണ്ട് കിളികള്? അപ്പുറത്താണോ? ഇതാ ഇവിടെ ഇരുന്നാ കാണാം. അതാ വീട്ടിലെ പുതിയ വാടകക്കാരാ. മലയാളീസ് ആണല്ലോ. ആ, എത്ര ആളായി വന്നിട്ട്? കഴിഞ്ഞ പ്രാവശ്യം സോളമിച്ചാൻ വന്നപ്പോ ഇവരില്ലായിരുന്നല്ലോ. ഇല്ല, അന്ന് അവിടെ വെറുതെ പൂട്ടി കിടക്കായിരുന്നു. ആ, അപ്പൊ അതിനുശേഷം വന്നവരാ. അത് മനസ്സിലായി. എന്നാ അത്രയും മനസ്സിലാക്കിയാ മതി. അവര് വന്നിട്ട് ഇപ്പൊ കഷ്ടിച്ച് 1 മാസമേ ഉള്ളൂ. ഞാൻ വന്ന് 1-1.5 മാസം കഴിഞ്ഞപ്പോഴാ അവര് വരുന്നത്. അവരെന്ന് പറയുമ്പോ മിസ്റ്റർ പോൾ പൈലക്കാരൻ ആൻഡ് ഹിസ് ഫാമിലി. പോൾ പൈലോക്കാരനോ? യെസ്. എന്താ കക്ഷി? കക്ഷി നല്ല വെള്ളമാ. ഏതാണ്ട് ജോലിയുണ്ട്, റെയിൽവേയിലോ മറ്റോ. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? അല്ല, വേറെ ഏതോ സെക്ഷനില്ല. ഫാമിലി എന്ന് പറയുമ്പോ മിസ്സിസ് റോസി പൈലോക്കാരൻ, പിന്നെതാ അത് 2 മൂത്തത് സോഫിയ, പഠിപ്പ് കഴിഞ്ഞ് വെറുതെ നിൽക്കുന്നു. ഇളയത് എലിസബത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. നിന്റെ ഒപ്പമാണോ? അല്ല, വേറെ കോളേജിലാ. മിടി ഇട്ടത് മൂത്തത്, സ്കേർട്ട് ഇട്ടത് ഇളയത്. സോഫിയയും എലിസബത്ത്. അതെ, സോഫിയ ലോറനും എലിസബത്ത് ടൈലറും. രണ്ടും പഴയ 2 സൂപ്പർ സ്റ്റാർസ് ആണല്ലോ. നീയായിട്ട് എങ്ങനെ? ഗുഡ് മോർണിംഗ് ക്യൂൻ മേരി. ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പോഴാ രണ്ടും കൂടെ കിടന്നത്? വെളുപ്പാങ്കാലം വരെ ബഹളം കേട്ടല്ലോ. ചുമ്മാ ഒരു ഇളക്കം. ഈ മേരിയുടെ ഹസ്ബൻഡിനെ പറ്റി വല്ല വിവരമുണ്ടോ? അതിനവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ഗൾഫിലെങ്ങാണ്ട് ജയിലില്ല. പുള്ളി പഴയ ഗൾഫാ. മേരി അവിടെ ആയിരുന്നു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അവിടെ ഏതോ ഡോക്ടേഴ്സിന്റെ കൈപ്പശവ് മൂലം മരിച്ചുപോയി. അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് അവിടെ ഏതാണ്ട് ഫ്രോഡ് കാണിച്ചതാ. കൈ വെട്ടേണ്ടതാ. എങ്ങനെയാ ഇതിന് രക്ഷപ്പെട്ടു. ഇവര് സോളച്ചന്റെ ഫാദറിന്റെ പപ്പയുടെ വീട്ടിലെയാ. ഏതായാലും ഇവിടെ അവരുള്ളതുകൊണ്ട് അവർക്കും കൊള്ളാം, അമ്മയ്ക്കും കൊള്ളാം. ഞാനുമായിട്ട് ഉടക്കാം. സ്വല്പം ഭരണ കൂടുതൽ. ഏയ് പാവം, അവർക്കറിയാം അവരുടെ വിഷമം. അല്ല, ഇത്രേ ആയുള്ളോ? എളുപ്പം കുളിച്ച് റെഡിയാക്. അപ്പന്റെ കുഴിമാടത്തിൽ പോയിന്ന് പ്രാർത്ഥിക്കണം. ഓർമ്മ നാളിലോ നീ വന്നില്ല. പോയിക്കളെ. നീ വരുന്നോ? എനിക്ക് കോളേജ് ഉണ്ട്. എത്ര മണി വരെ? ഉച്ചവരെ. പോണെന്ന് നിർബന്ധമുണ്ടോ? ആ ഉണ്ട്. പറ്റിയ കയ്യിലാ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവന് വെയിലടിക്കോടോ? ഇല്ല, ഇവിടെ വെയിൽ വരാറാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങ് തിരിച്ചെത്തുമല്ലോ. മാറ, ഞാൻ ഓടിക്കാം. വെയിൽ വന്നാലേ തള്ളത്തോട്ട് ഒഴിച്ചിട്ട്. ഞാൻ ഇപ്പൊ നേരെ വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ആ സാധാരണ വിടിയിൽ വേണം. നിന്നെ വിളിച്ചോണ്ട് വന്നത് പുള്ളിക്കാരന് വലിയ സന്തോഷമായി. മമ്മ സംസാരിച്ചോ? കുറച്ചു നേരം. ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞാ നിനക്കിപ്പോ ദേഷ്യം കേറും. എന്താ?
പറഞ്ഞാ നീ അതുപോലെ അനുസരിച്ചില്ലേ നിന്റെ പപ്പായ്ക്ക് അത് വിഷമമാവും. എന്താ അത്? അനുസരിക്കാവോ? ആദ്യം എന്താന്ന് കേക്കട്ടെ. നീ നിന്റെ പപ്പായ്ക്ക് ഇന്ന് ഇവിടെ വെച്ചൊരു വാക്ക് കൊടുക്കണം. അടുത്ത ഓർമ്മനാളിന് വരുമ്പോ നിന്റെ കൂടെ നിന്റെ കെട്ടിയോളും ഉണ്ടായിരിക്കുമെന്ന്. ആ, പുള്ളി ഇന്നിപ്പോ എന്നോട് പറഞ്ഞു നിന്നോട് അങ്ങനെ സത്യം ചെയ്യാൻ ഒക്കുവോന്നൊന്ന് ചോദിച്ചു നോക്കാൻ. ഇത് ആളെ ചുറ്റിക്കുന്ന കളിയാണല്ലോ. അല്ലടാ, നേരായിട്ടും പുള്ളി എന്നോട് ഇത് പറഞ്ഞു. പുള്ളിയോട് സത്യം ചെയ്യേ. സത്യം ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് അതുപോലെ നടക്കണ്ടേ? ഒരു കൊല്ലത്തിനുള്ളില് ഏതെങ്കിലും കൊരങ്ങച്ച ഞാൻ കിട്ടിയല്ലേ പറ്റുള്ളൂ. അത് നടക്കില്ല. കൊരങ്ങച്ചിയൊന്നും അല്ല, നല്ല ഒന്നാന്തരം പെണ്ണിനെ കൊണ്ടേ നിന്നെ ഞാൻ കെട്ടിക്കോ. അതിനെപ്പറ്റി ഒന്നും നീ വറി ചെയ്യണ്ട. സത്യം ചെയ്യും മോനെ. ആ. പറഞ്ഞാൽ അതങ്ങ് നടക്കും. എന്റെയും കൂടെ ഒരു സമാധാനത്തിന്. അത് ഞാൻ മമ്മയോട് സത്യം ചെയ്താ പോരായോ? എന്നോട് സത്യം ചെയ്താ നീ അത് തെറ്റിക്കും. ഇതങ്ങനല്ല. പറ മോനെ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഉം? ശരി. ആ, ഓക്കെ. പറഞ്ഞു. പുള്ളി എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞു? അതൊക്കെ പറഞ്ഞു. പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ കേട്ടു. എല്ലാം അതുപോലെ ചെയ്താൽ മതി എന്നോട് പറയുകയും ചെയ്തു. ബാ 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 ബാ, പോവാം പോവാം. ഇവള് നല്ല മിടുക്കി കൊച്ചാ. ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ തവണ പായ്പാട്ട് പോയപ്പോ കണ്ടതാ ഇവള്. വലിയ കുടുംബക്കാരാ, നമുക്കറിയുന്നവരുവാ. നല്ല സുന്ദരി കുട്ടി അല്ലയോ? ചോദിക്കാനുണ്ടോ? ഇവളല്ലേ ഹോം സയൻസ് ആരി? അത് തന്നെ. അസല് കുക്കിങ് നല്ല പെരുമാറ്റമാണെന്നാ സിസിലിയുടെ അപ്പാപ്പൻ എഴുതിയേക്കുന്നേ. ഓ, ഇത് അങ്ങേര് വഴിക്കുള്ള ആലോചനയാണോ? ആ, പുള്ളിയാ ഫോട്ടോ അയച്ചു തന്നെ. ഈ ഹോം സയൻസ് കാര്യങ്ങളും പബ്ലിക് സ്കൂൾ പ്രോഡക്ട്സും ഒക്കെ എന്റെ കൂടെ എങ്ങനെ പൊരുത്തപ്പെടാനാ മമ്മ? എന്താ പൊരുത്തപ്പെട്ട? നിനക്കെന്താ? നിനക്കില്ലേ ഒരു ഡിഗ്രി? എന്നാലും ഇപ്പൊ അവരൊന്ന് നോക്കുമ്പോ തൊഴിൽ കൃഷിയല്ലേ, കിസാൻ. ഈ പിള്ളേർക്കൊന്നും അവിടെ നിന്നും വന്ന് കിടക്കാനൊന്നും പറ്റിയല്ലോ അമ്മ. 4 ദിവസം കഴിയുമ്പോഴേക്ക് അവിടെ കാണുന്നൊന്നും പിടിക്കാതാവും. പിന്നെ തൊടുന്നെല്ലാം കുറ്റാവും. എനിക്ക് ദേഷ്യം വരും. ഞാൻ എടുത്തിട്ട് തൊഴിക്കും. അവളുടെ വീട്ടിലേക്ക് പോവും. എന്തിനാ മമ്മ അതിനൊക്കെ പോകുന്നത്? അതല്ല, അവിടെ കിടന്നോളും. നീ പെണ്ണിനെയും കൊണ്ട് ഇവിടെ താമസിക്കണം. അവിടെ ബാക്കി വല്ലതും കാണുകയും ചെയ്യും. അല്ലേൽ അതെല്ലാം കൂടെ വിറ്റ് ആ കാശ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ ബാങ്കിലിടുകയോ ചെയ്യണം. എന്താ കഴിയാൻ പാട്? അയ്യോ മമ്മ, അങ്ങനെയൊക്കെ ഒരു ലൈനിനെ പറ്റി ഒരു 4 നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചോളാം. ഇപ്പോഴേ ആ പരിപാടി തുടങ്ങിയ ഞാൻ ഇവിടെ വന്ന് വെറുതെ കിടന്ന് തിന്ന് തടിയും വെച്ച് വെള്ളവും അടിച്ച് ഒടുവിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് വെള്ളമടി മാത്രമായിട്ട് കലാശിക്കും. ആ, ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും ഏതേലും ഒന്ന് ഒപ്പിക്കാമെന്ന്. ഇത്തവണ അല്ലെങ്കിൽ നമുക്ക് അടുത്ത തവണയെങ്കിലും ഏതേലും ഒന്ന് ഒപ്പിക്കാം അമ്മ. ഒപ്പിക്കുന്നു. എന്നെ വെറുതെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ മണ്ടിയാക്കാൻ വേണ്ടിട്ട് ഇനി മേല നിനക്ക് വേണ്ടി പെണ്ണ് അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ആ, ചേച്ചിയില്ലേ? ആര്? മേരിയോ? അകത്ത് കാണുമല്ലോ. എന്താ? എന്നോട് പറയുകയല്ലായിരിക്കും. അടുത്ത വീട്ടിലെയാ, സോഫിയ. കാലത്തെ കണ്ടു ഭൂമി ഒഴിക്കുന്ന. ഞാൻ കാലത്തെ കുറച്ച് വെണ്ട നടാൻ വേണ്ടിട്ട്. വെണ്ട നടാനായിരുന്നോ? ഞാൻ വിചാരിച്ച ഏതാണ്ട് ഡ്രെയിനേന് പൈപ്പ് ലൈൻ ഇടുമായിരിക്കുന്നു. എന്ത് വെട്ടായെന്നറിയും അമ്മ വെട്ടുന്നത്. പോടാ. ഞാൻ കള്ളമല്ല അമ്മ പറഞ്ഞ. നല്ല അസല് ലേബർ. സത്യം പറഞ്ഞ ആണുങ്ങൾ തോറ്റു. അതെപ്പോഴും അങ്ങനെ സ്മാർട്ടാ. അടങ്ങിയിരിക്കേ ഇല്ല. എന്തെങ്കിലും പണി എടുത്തോണ്ടിരിക്കും. ആ ഇളയോളം മടിച്ചയാ. അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ടൈപ്പ്. ആ തള്ളക്ക് എന്താ പണി? നഴ്സാ. ഇവിടെ വന്ന കാലം തൊട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി പറ്റാനുള്ള ശ്രമമായിരുന്നു. ഈടെയാ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണി കിട്ടിയത്. അവര് മണിമലക്കാരിയാ. അങ്ങേര് പുളിങ്കുന്നത്തുകാരനും. മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റമായിട്ട് വരുമായിരുന്നു. എങ്ങനുണ്ട് പുതിയ അയൽവക്കം? കുഴപ്പമില്ല. മുമ്പ് താമസിച്ചിരുന്ന ഫാമിലിയേക്കാൾ ഭേദമാ. പിന്നെ ചില ദിവസം അങ്ങേര് കൂടുതൽ കുടിച്ചാ ചെവിതല കേക്കണ്ട. ആ ഒരു തകരാറേ ഉള്ളൂ. അത് പിന്നെ വല്ലപ്പോഴും ഒരു ഓളമൊക്കെ വേണ്ടേ? അല്ലേ പിന്നെ അങ്ങേര് എന്തോന്ന് പുളിങ്കുന്നത്തുകാരൻ. ചേച്ചിയോട് കാര്യം പറഞ്ഞോ? പറഞ്ഞു. രഹസ്യമായിരിക്കും. അല്ല, വരട്ടെ. ആ. എന്തായിരുന്നു രഹസ്യം? ഓ, രഹസ്യം. ഒരു വർഷം വാഷിംഗ് സോപ്പ് വാങ്ങിക്കാൻ. ആഹാ, അതായിരുന്നു. ആ, സോളവൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും പറയാൻ മടിച്ചത്.